إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أوصيكم وإياي أولا بتقوى الله. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകളൊക്കെയും കഴിവിൻ്റെ പരമാവധി പാലിച്ചുകൊണ്ടും മരണം വരെയും ജീവിക്കാൻ പരിശ്രമിക്കണമേ എന്ന് ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് ഓരോരുത്തർക്കുമേകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയ സത്യവിശ്വാസി സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ നമ്മെ സന്തോഷിപ്പിക്കുന്ന രണ്ട് സന്ദർഭങ്ങളിലാണ് നാം ഓരോരുത്തരും ഉള്ളത്. ഒന്നാമത്, മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയിലെ പെരുന്നാൾ ദിവസമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചു തന്ന ദിവസമാണ് യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച എന്നുള്ളത്. അങ്ങനെയുള്ള ഒരു ജുമുഅ ദിവസത്തിലാണ് നാം ഉള്ളത്. രണ്ടാമത് നമ്മെ സന്തോഷിപ്പിക്കുന്ന കാര്യം, ആകാശഭൂമികളുടെ സൃഷ്ടാവായ റഹ്മാനായ റബ്ബിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്നതിനു വേണ്ടി അള്ളാഹു ഒരു മസ്ജിദ് കൂടി നമുക്ക് ഭൂമിയിൽ സൗകര്യപ്പെടുത്തി തന്നിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹില്ലദീ ബിനിഅമതിഹി തതിമ്മുസ് സാലിഹാത്ത്. അങ്ങനെയുള്ള ഒരു പള്ളിയിലെ ആദ്യത്തെ ജുമുഅ ഖുത്ബയിലാണ് നാം ഉള്ളത്. അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഒരു പള്ളിയിൽ അതിൻ്റെ ഇബാദത്തുകൾക്ക്, ആരാധനകൾക്ക് തുടക്കം കുറിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ വലിയ ഒരു തൗഫീഖായി തന്നെ പ്രതീക്ഷിക്കാം. റബ്ബന തഖബ്ബൽ മിന്ന.
നമ്മെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന വലിയ ഒരു അനുഗ്രഹമാണ് പള്ളികൾ എന്ന് പറയുന്നത്. അല്ലാഹു ഒട്ടനേകം അനുഗ്രഹങ്ങൾ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. വ്യക്തിപരമായും സാമൂഹികമായും കുടുംബപരമായും സാമ്പത്തികമായും ശാരീരികമായും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ എണ്ണിയാൽ തിട്ടപ്പെടുത്താൻ പറ്റാത്തത്ര അനുഗ്രഹങ്ങൾ ഓരോ നിമിഷവും അനുഭവിച്ചുകൊണ്ടാണ് നാം ഈ ഭൂമി ലോകത്ത് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ പറഞ്ഞതുപോലെ വഇൻ തഉദ്ദൂ നിഅമതല്ലാഹ് ലാ തുഹ്സൂഹാ, നിങ്ങളെങ്ങാനും അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തെ എണ്ണിത്തിട്ടപ്പെടുത്താൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങൾക്കതിൻ്റെ കണക്കെടുക്കാനാവില്ല. അപ്പോൾ സഹോദരങ്ങളെ, അല്ലാഹുവിൻ്റെ ഒട്ടനേകം അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ടാണ് നാം ഓരോ നിമിഷവും ജീവിക്കുന്നത്. അല്ലാഹ് തന്ന കണ്ണുകൊണ്ട് കാണുന്നു, കാതുകൊണ്ട് കേൾക്കുന്നു, നാവുകൊണ്ട് സംസാരിക്കുന്നു, കൈകൊണ്ട് പിടിക്കുന്നു, കാലുകൊണ്ട് നടക്കുന്നു തുടങ്ങി ഒട്ടനേകം അനുഗ്രഹങ്ങൾ വ്യക്തിപരമായി മാത്രം നാം അനുഭവിക്കുന്നുണ്ട്, ആസ്വദിക്കുന്നുണ്ട്. അക്കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സാമൂഹികമായി നമുക്ക് നൽകിയ ഒരു അനുഗ്രഹമാണ് പള്ളി എന്ന് പറയുന്നത്. ഈ പള്ളിയെ സംബന്ധിച്ചിടത്തോളം ഈ പള്ളിയുടെ നാട്ടുകാരാണ് ഈ ഒരു അനുഗ്രഹത്തെ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നതും അനുഭവിക്കുന്നതും. പക്ഷെ ഒരു പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചാൽ, ദുനിയാവിൽ നാം കാണുന്ന കണക്കാക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും നാളെ പരലോകത്ത് നമുക്ക് അനുഗ്രഹമായി ഭവിച്ചു കൊള്ളണമെന്നില്ല. ഉദാഹരണത്തിന്, ആരോഗ്യമെന്ന് പറയുന്നത് ഹദീസിലൂടെ ഒരനുഗ്രഹമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരാമർശിച്ച വിഷയമാണ്. എന്നാൽ അള്ളാഹു അനുഗ്രഹമായി തന്ന ആരോഗ്യം അള്ളാഹു ഇഷ്ടപ്പെടാത്ത രൂപത്തിൽ അള്ളാഹുവിനെ ധിക്കരിക്കാനും അള്ളാഹുവിൻ്റെ കോപത്തിന് കാരണമാകുന്ന കാര്യങ്ങൾ ചെയ്യാനുമാണ് ആരോഗ്യം ഒരുവൻ ഉപയോഗിച്ചത് എങ്കിൽ അത് നാളെ പരലോകത്ത് അവന് ശിക്ഷയായാണ് ഭവിക്കുക. അതുപോലെ മറ്റൊരു അനുഗ്രഹമാണ് ഒഴിവ് സമയം. ഒഴിവ് സമയം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമാണ്. ആർക്കാണത് അനുഗ്രഹമാവുക? ആ ഒഴിവ് സമയം നൽകിയ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ വിനിയോഗിച്ചവന്. നേരെ മറിച്ച് അള്ളാഹു ഇഷ്ടപ്പെടാത്ത, അള്ളാഹു തൃപ്തിപ്പെടാത്ത, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന കാര്യങ്ങളിലാണ് ഒഴിവ് സമയം ഉപയോഗിച്ചത് എങ്കിൽ നാളെ പരലോകത്ത് ആ ഒഴിവ് സമയം അവന് ശിക്ഷയാണ്. പണ്ഡിതന്മാരുടെ ഭാഷയിൽ നിഅമത്ത് നിഖ്മത്തായി മാറുക എന്ന് പറയും. എന്താ നിഅമത്ത് നിഖ്മത്താവുക പറഞ്ഞാൽ? നിഅമത്ത് എന്ന പദത്തിൻ്റെ അർത്ഥം അനുഗ്രഹം എന്നാണ്. നിഖ്മത്ത് ഐന് മാറി ഖാഫായി, 2 പുള്ളിയുള്ള ഖാഫ്. പദത്തിൽ ഒരക്ഷരം മാറിയ വ്യത്യാസമേ ഉള്ളൂ. ആശയത്തിൽ വളരെ വലിയ വിപരീത അർത്ഥമാണ്. നിഅമത്ത് നിഖ്മത്തായി മാറി, ശിക്ഷയായി മാറി. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ അനുഗ്രഹമായ ഈ പള്ളി ഈ പ്രദേശവാസികൾക്ക് നാളെ പരലോകത്തെത്തുമ്പോഴും അനുഗ്രഹമായി തന്നെ ഭവിക്കണം. അള്ളാഹു അങ്ങനെ തന്നെ ആക്കട്ടെ. എങ്ങനെയാണ് ഇത് നമുക്ക് അനുഗ്രഹമായി? ഈ പള്ളി നമ്മുടെ നാട്ടിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന, തൗഹീദുള്ള, സുന്നത്തിനെ മുറുകെ പിടിക്കുന്ന മുവഹിദായ ഒരു ഇമാമിൻ്റെ പിന്നിൽ നിന്ന് 5 നേരം നിസ്കരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നിർഭയത്വത്തോടുകൂടി നമുക്ക് അനുഗ്രഹിച്ചു തന്ന ഈ പള്ളി എങ്ങനെ നമുക്ക് അനുകൂലമാക്കി മാറ്റാം എന്നതിന് ഉപകാരപ്പെടുന്ന ചില ഹദീസുകളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ ഖുതുബയിൽ ഉണർത്താൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, അഹബ്ബുൽ ബിലാദി ഇലല്ലാഹ് മസാജിദുഹാ. സ്ഥലങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ അത് അള്ളാഹുവിൻ്റെ മസ്ജിദുകളാണ്. വഅബ്ഗദുൽ ബിലാദി ഇലല്ലാഹ് അസ്വാഖുഹാ. സ്ഥലങ്ങളിൽ അള്ളാഹുവിൻ്റെ ഏറ്റവും കോപം ഉള്ള ഇടങ്ങൾ അത് ചന്തകളാണ്, മാർക്കറ്റുകളാണ്. എന്തേ പള്ളികൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാവാൻ കാരണം ആ പള്ളികളിലാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്ന അനേകം കാര്യങ്ങൾ നടക്കുന്നത്. അള്ളാഹുവിൻ്റെ നാമം അവിടെ സ്മരിക്കപ്പെടുന്നു,
ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്നു, അറിവ് പരസ്പരം പകർന്നു കൊടുക്കുന്നു, സത്യവിശ്വാസികൾ ഒരുമിച്ച് കൂടുന്നു, മലക്കുകളുടെ സാന്നിധ്യമുണ്ടാകുന്നു. അങ്ങനെ തുടങ്ങി ഒട്ടനേകം നന്മകൾ, സദാ അള്ളാഹുവിൻ്റെ റഹ്മത്ത് വർഷിക്കാൻ കാരണമാകുന്ന കാര്യങ്ങൾ പള്ളികളിൽ നടന്നുകൊണ്ടേയിരിക്കും. അതേസമയം മാർക്കറ്റുകളിലോ അവിടെ ചതിയും വഞ്ചനയും കള്ളസത്യം ചെയ്യലും വാഗ്ദത്തം ചെയ്താൽ അത് ലംഘിക്കലും മോശമായ ക്രയവിക്രയം നടക്കലും ഒക്കെയും പോലുള്ള ഒരുപാട് ഹറാമുകളേറെ നടക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ് മാർക്കറ്റുകൾ, ചന്തകളെന്ന് പറയുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പള്ളി എന്ന ഒരു അനുഗ്രഹം അനുകൂലമാക്കി മാറ്റാൻ ആ അള്ളാഹുവിൻ്റെ ഇഷ്ടം ലഭിക്കുന്ന കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് പള്ളിയിൽ. അതിൽ നിന്ന് എൻ്റെ നാട്ടിലെ പള്ളിയിൽ നിന്ന് ഞാൻ മരിച്ചു പോകുന്നതിന് മുമ്പ് എനിക്ക് വാങ്ങേണ്ട ഒരു വിഹിതമുണ്ട്. എന്തിൽ നിന്ന്? അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിൽ നിന്ന്, റഹ്മാനായ റബ്ബിൻ്റെ ഇഷ്ടത്തിൽ നിന്ന്. നാം ജീവിക്കുന്നത് തന്നെ അതിനാണ്. ആ റഹ്മാനായ റബ്ബിൻ്റെ ഇഷ്ടത്തിൽ നിന്ന് നമ്മുടെ നാട്ടിലെ പള്ളി മുഖേന നമുക്ക് ലഭിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇന്നലെ വരെ നാം ശ്രദ്ധിക്കാത്ത കുറച്ച് കാര്യങ്ങൾ ഇന്നു മുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമുക്ക് ലഭിച്ചു, അള്ളാഹു സുബ്ഹാനഹു തആല കനിഞ്ഞരുളി. അപ്പോൾ ആ നന്മകളിൽ, ആ ഇഷ്ടം നേടാനുള്ള കാര്യങ്ങളിൽ നമ്മുടെ പങ്ക് നമ്മൾ ഉറപ്പാക്കണം. അതാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ചന്തകളിലും മാർക്കറ്റുകളിലും ആവശ്യങ്ങൾക്ക് മാത്രം പോയി ആവശ്യം കഴിഞ്ഞാൽ ഉടനെ അവിടെ നിന്ന് തിരിച്ചു വരണമെന്നാണ് ഹദീസിൻ്റെ പാഠം. പിന്നെയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബാക്കളോട് അവരുടെ പാപങ്ങൾ പൊറുക്കാൻ കാരണമാകുന്ന, ദുനിയാവിലും ആഖിറത്തിലും പദവികൾ ഉയർത്താൻ കാരണമാകുന്ന എന്നുവേണ്ട അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിന് സമാനമാകുന്ന ഒരു കാര്യം അറിയിച്ചു കൊടുത്തു. 2 കാര്യങ്ങളാണ്, രണ്ടും പള്ളികളുമായി ബന്ധപ്പെട്ടതാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിന് സമാനമാണ്. എന്താണൊന്ന്? വകസ്റത്തുൽ ഖുതാ ഇലൽ മസാജിദ്, പള്ളികളിലേക്കുള്ള കാലടികളെ അധികരിപ്പിക്കുക എന്നുള്ളത്. പള്ളികളിലേക്കുള്ള കാലടികളെ അധികരിപ്പിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിന് സമാനമാണെന്നാണ് ഹദീസിലൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. പിന്നെയോ വൻതിവാറുസ് സ്വലാത്തി ബഅദസ് സ്വലാ, ഒരു നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരത്തിനെ പ്രതീക്ഷിച്ച് അങ്ങനെ ഇരിക്കുക. ഒരു നിസ്കാരം കഴിഞ്ഞ് അടുത്ത നിസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുക നമുക്ക് പലർക്കും പരിചയമില്ലാത്തൊരു ആരാധനയാണ്. ചിലരെങ്കിലും റമദാനിൽ പുതുക്കുന്ന ഒരു ആരാധനയാണ്. സഹോദരങ്ങളെ, പള്ളികളിൽ നമുക്ക് ചെയ്യേണ്ടതായ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ മേൽ നിർബന്ധ ബാധ്യതയുമായ ഒരു കാര്യമാണ് 5 നേര നിസ്കാരം എന്നുള്ളത്. ഇനി പ്രത്യേകിച്ച് ശ്രേഷ്ഠതകളൊന്നും നാം ആ വിഷയത്തിൽ അറിഞ്ഞില്ല എങ്കിലും നമ്മുടെ മേൽ നിർബന്ധ ബാധ്യതയാണ് 5 നേര ജമാഅത്തിന് പള്ളികളിൽ എത്തുക എന്നുള്ളത്. എന്നാൽ അത് നിർബന്ധ ബാധ്യതയാണ് എന്നതിന് പുറമെ എത്രയേറെ പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ 5 നേരം പള്ളികളിൽ പോകുന്നതിനും വരുന്നതിനും അതുമായി ബന്ധപ്പെട്ട് അവിടെ നടക്കുന്ന ജമാഅത്ത് നിസ്കാരങ്ങൾക്കും വെച്ചിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസിൽ കാണാം, മൻ തതഹറ ഫീ ബൈതിഹി, ആരെങ്കിലും തൻ്റെ വീട്ടിൽ നിന്ന് ശുദ്ധി ഉണ്ടാക്കിയാൽ അഥവാ വുദു എടുത്ത്, സുമ്മ മശാ ഇലാ ബൈത്തിൻ മിൻ ബുയൂത്തില്ല, ശേഷം അള്ളാഹുവിൻ്റെ വീടുകളിൽ നിന്നുള്ളൊരു വീട്ടിലേക്ക്, അള്ളാഹുവിൻ്റെ വീടാണെന്നാണ് പറഞ്ഞത്, അള്ളാഹുവിൻ്റെ വീട് എന്നാണ് സഹോദരങ്ങളെ പള്ളികൾ ഉപയോഗിച്ചത്. ആ ഒരു പരാമർശം മാത്രം മതി ഒരു മുസ്ലിമിന് പള്ളിയുടെ ശ്രേഷ്ഠത തിരിച്ചറിയാൻ, പള്ളികളുമായിട്ടുള്ള അവൻ്റെ ബന്ധം ഊട്ടിയുറപ്പിക്കാൻ. ആ ഒരൊറ്റ പരാമർശം മതി, അള്ളാഹുവിൻ്റെ വീടാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒതു എടുത്ത് അള്ളാഹുവിൻ്റെ വീടുകളിൽ നിന്നുള്ളൊരു വീട്ടിലേക്ക് പോയാൽ എന്തിന്? ലിയഖ്ദിയ ഫരീദതൻ മിൻ ഫറായിദില്ല, അള്ളാഹു ഫർലാക്കിയ കാര്യങ്ങളിൽ നിന്ന് ഒരു ഫർള് വീടാൻ, അഥവാ 5 നേര നിസ്കാരം അത് നിർവഹിക്കാൻ വേണ്ടി പോയാൽ കാനത് ഖത്വതാഹു ഇഹ്ദാഹുമാ തഹുത്തു ഖതീഅതൻ വൽ ഉഖ്റ തർഫഉ ദറജതൻ. അവൻ കാലടി നടക്കുമ്പോൾ അവൻ്റെ 2 കാലടികളിൽ ഒരു കാലടിയിൽ അവൻ്റെ പാപം പൊറുക്കും, മറ്റേ കാലടി മുഖേന അവൻ്റെ പദവി ഉയരും. ഒരു കാലടി വയ്ക്കുമ്പോൾ നമ്മുടെ പാവം പൊറുക്കും, മറ്റേ കാലടിയിലൂടെ നമ്മുടെ പദവി ഉയരും. ആർക്ക്? വീട്ടിൽ നിന്ന് വുദു എടുത്ത് ഫർള് നിസ്കാരം പ്രതീക്ഷിച്ച് നടന്നു പോകുന്നവന്. നമുക്ക് സൗകര്യമുള്ളപ്പോഴൊക്കെ നമ്മൾ ഈ നന്മ നേടിയെടുക്കാൻ പരിശ്രമിക്കണം. അങ്ങനെ നമ്മുടെ പള്ളി എന്ന അനുഗ്രഹം നമുക്ക് അനുകൂലമായി നാളെ പരലോകത്താവും. ശേഷമോ
അല്ലാഹു സുബ്ഹാനഹു വ തആല 24-ാം അധ്യായം സൂറത്തു നൂറിൻ്റെ 35-ാം വചനത്തിൽ ഒരു പ്രകാശത്തെ പറ്റി പറയുന്നുണ്ട്. എന്നിട്ട് തൊട്ടടുത്ത വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ആ പ്രകാശം കൂടിയിരിക്കുന്നത് ഫീ ബുയൂത്തിൻ, ചില വീടുകളിലാണ്. ഏതാ വീട്? ബുയൂത്തുല്ലാ, അള്ളാഹിൻ്റെ വീടുകളിലാണ്. അള്ളാഹുവിൻ്റെ വീടുകളായ പള്ളികളിൽ പ്രകാശം കൂടിയിരിപ്പുണ്ട്. എന്നിട്ട് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൻ്റെ അവസാനത്തിൽ പറയുന്നുണ്ട്, അവിടെ രാവിലെയും സന്ധ്യാസമയങ്ങളിലും തസ്ബീഹ് നടക്കും. യുസബ്ബിഹു ലഹു ഫീഹാ ബിൽ ഗുദുവ്വി വൽ ആസാൽ. രാവിലെയും വൈകുന്നേരവും അവിടെ തസ്ബീഹ് നടക്കും. എന്താ തസ്ബീഹ് നടക്കുന്ന ഉദ്ദേശം? നിസ്കാരങ്ങളാണെന്നാണ് ഖുർആൻ വ്യാഖ്യാതാക്കൾ വിശദീകരിച്ചത്. നിസ്കാരങ്ങളാണ്, 5 നേരം നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠതയാണ്. ശേഷം തൊട്ടടുത്ത ആയത്തിൽ ആരാണ് ആ 5 നേരം നിസ്കാരം, ആ തസ്ബീഹ് രാവിലെയും സന്ധ്യാസമയങ്ങളിൽ നിർവഹിക്കുന്നതെന്ന് അള്ളാഹു പറയുന്നുണ്ട്. അത് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ട ഒരായത്താണ് 36-ാം ആയത്ത് സൂറത്തു നൂറിൻ്റെ. റിജാലുൻ ഒരു കൂട്ടം പുരുഷന്മാരാണ് രാവിലെയും സന്ധ്യാസമയങ്ങളിലും അള്ളാഹുവിൻ്റെ പള്ളികളിൽ തസ്ബീഹ് ചെയ്യപ്പെടുന്നത് ഒരു കൂട്ടം പുരുഷന്മാരാണ്. നിസ്കാരത്തിന് ഫർള് നിസ്കാരത്തിന് എത്തുന്നവർ. ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്. അള്ളാഹുവിനെ ഓർക്കുന്നതിനെ തൊട്ട്, അള്ളാഹുവിനെ ദിക്റെടുക്കുന്നതിനെ തൊട്ട് ഒരു കച്ചവടമാകട്ടെ, ഒരു വ്യാപാരമാകട്ടെ, ഒരു വിൽപ്പനയാകട്ടെ അവരുടെ ശ്രദ്ധ തിരിക്കില്ല. ലാ തുൽഹീഹിം തിജാറ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ് വ ഇഖാമിസ് സ്വലാ വ ഈതാഇസ് സകാ. നിസ്കാരം നിലനിർത്താൻ, സകാത്ത് കൊടുക്കാൻ, അള്ളാഹുവിനെ ദിക്റെടുക്കുന്നതിനെ തൊട്ട് ഒരു വ്യാപാരവും ഒരു കച്ചവടവും അവരുടെ ശ്രദ്ധയെ തിരിക്കില്ല. അങ്ങനെയുള്ള പുരുഷന്മാരുണ്ട്. റിജാലുൻ, അവരാണ് പുരുഷന്മാർ. റിജാലുൻ, നമ്മൾ പറയാറില്ലേ ആണത്തമുള്ള ആണുങ്ങൾ എന്ന് പറയുന്നത്, അള്ളാഹു സർട്ടിഫിക്കറ്റ് നൽകിയത് ഇവർക്കാണ്. ഇവരാണ് ആണുങ്ങൾ. മഗ്രിബിന് സമയത്ത് ബാങ്കിൻ്റെ ധ്വനി നമ്മുടെ കാതിൽ മുഴങ്ങുമ്പോൾ അവിടെ ബഡായി അടിച്ചു നിന്ന് അങ്ങും ഇങ്ങും തിരിഞ്ഞു നിന്ന് നിസ്കാരത്തിന് പള്ളിയിലെത്താതെ അങ്ങാടികളിൽ നിൽക്കുന്നവരല്ല ആണുങ്ങൾ. ബാങ്ക് കേട്ട പള്ളിയിലെത്തി ആകാശ ഭൂമികളെ സൃഷ്ടിച്ച റഹ്മാനായ റബ്ബിന് സുജൂദ് ചെയ്യുന്നവരാണ് ആണുങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞത് റിജാൽ, പുരുഷന്മാർ. ലാ തുൽഹീഹിം തിജാറത്തുൻ വലാ ബൈഉൻ അൻ ദിക്രില്ലാഹ്. അള്ളാഹനെ ഓർക്കുന്നതിനെ തൊട്ട് ഒരു തിജാറത്തും ഒരു കച്ചവടവും അവരുടെ ശ്രദ്ധ തിരിക്കില്ല. പിന്നെയോ സഹോദരങ്ങളെ, നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണല്, അള്ളാഹുവിൻ്റെ തണല് മാത്രം ലഭിക്കുന്ന സന്ദർഭങ്ങളിൽ, ഖിയാമത്ത് നാളിൽ അള്ളാഹുവിൻ്റെ തണല് ലഭിക്കുന്ന 7 കൂട്ടരെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അതിൽ ഒരു കൂട്ടർ ആരാണെന്നറിയോ? വറജുലുൻ, ഒരു പുരുഷനാണ്, ഖൽബുഹു മുഅല്ലഖുൻ ഫിൽ മസാജിദ്, അവൻ്റെ ഹൃദയം പള്ളികളുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അങ്ങനെയുള്ളൊരു പുരുഷനാണ് നാളെ പരലോകത്ത് ഖിയാമത്ത് നാളിൽ അള്ളാഹുവിൻ്റെ തണല് ലഭിക്കുന്ന ഒരു കൂട്ടർ. അള്ളാഹു ആ കൂട്ടരിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്താണ് ആ മനുഷ്യൻ്റെ പ്രത്യേകത? അവൻ്റെ ഹൃദയം പള്ളിയുമായി അടങ്ങാത്ത ബന്ധത്തിലാണ്. അങ്ങേയറ്റം സ്നേഹമാണ്, ഇഷ്ടമാണ് പള്ളിയോട്. അതിൻ്റെ അർത്ഥം മുഴുവൻ സമയം പള്ളികളിൽ ഇരിക്കുമെന്നല്ല, കഴിയുന്ന സമയങ്ങളൊക്കെ പള്ളികളിൽ ഇരിക്കും. പക്ഷെ പള്ളിയിൽ നിന്ന് അവന് പുറത്തിറങ്ങിയാൽ അവൻ്റെ കൽവിന് പള്ളികളായിട്ടുള്ള ബന്ധം, പള്ളിയുമായിട്ടുള്ള ചിന്ത. അതിൻ്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, 5 നേരം നിസ്കാരങ്ങൾക്ക് കൃത്യമായി എത്തുന്നവരാണ് അവർ. എന്നിട്ട് ഒരു നിസ്കാരം കഴിഞ്ഞവർ പോയാലും ഓരോ മനസ്സിൽ അടുത്ത നിസ്കാരത്തിൽ പള്ളിയിലെത്തുന്നതാണ് ചിന്ത. പള്ളിയെ പറ്റിയിട്ടുള്ള ചിന്തയാണ് അവരുടെ മനസ്സിൽ. അവരാണ് വറജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ഫിൽ മസാജിദ്, പള്ളികളുമായി ഹൃദയം ബന്ധപ്പെട്ടിരിക്കുന്നവർ. തീർന്നോ? കഴിഞ്ഞോ? ഇല്ല. 5 നേരം നിസ്കാരത്തിന് നമ്മൾ പള്ളിയിലെത്തുമ്പോൾ, അള്ളാഹുവിൻ്റെ പള്ളികളിൽ നമ്മൾ വന്നു പോകുമ്പോൾ, നമ്മുടെ ഓരോ വരവ് പോക്കുകൾക്കും ഒരു വരവ് പോവിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ നമുക്ക് വിരുന്നൊരുക്കുമെന്നാണ്. സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിരുന്നൊരുക്കുമെന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഗദാ ഇലൽ മസ്ജിദി ഔ റാഹ അദ്ദല്ലാഹു ലഹു ഫിൽ ജന്നതി നുസുലൻ കുല്ലമാ ഗദാ ഔ റാഹ. ആരെങ്കിലും പള്ളികളിലേക്ക് പോവുകയോ വരികയോ ചെയ്താൽ, മൻ ഗദാ ഇലൽ മസ്ജിദി ഔ റാഹ, പള്ളിയിലേക്ക് പോവുകയോ വരികയോ ചെയ്താൽ, അദ്ദല്ലാഹു ലഹു ഫിൽ ജന്നതി നുസുല, അള്ളാഹു അവന് സ്വർഗത്തിൽ വിരുന്നൊരുക്കും. കുല്ലമാ ഗദാ ഔ റാഹ, എപ്പോഴൊക്കെ അവൻ പോവുകയും വരുന്നോ അപ്പോഴൊക്കെ അള്ളാഹു ഒരുക്കുന്നു. ഇതിലപ്പുറം എന്ത് ശ്രേഷ്ഠതയാണ് സഹോദരങ്ങളെ നമുക്കറിയാനുള്ളത്?
പള്ളിയിലേക്കൊന്ന് വന്നു പോകുമ്പോൾ വരവ് പോവിൻ, അള്ളാഹു സ്വർഗത്തിൽ വിരുന്നൊരുക്കുമെങ്കിൽ ആ പള്ളിയിലെത്തി നിസ്കരിക്കുന്നതിന്, ആ പള്ളിയിലെത്തി ഒരായത്ത് ഖുർആൻ പാരായണം ചെയ്യുന്നതിന്, ആ പള്ളിയിലെത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് അതിലിരിക്കുന്നതിന് മറ്റനേകം ഇബാദാത്തുകൾക്ക് എത്ര പ്രതിഫലമായിരിക്കും. വന്നു പോകുന്നതിന് മാത്രം അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ വിരുന്നൊരുക്കുമെങ്കിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല അതുപോലുള്ള നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ ഈ പള്ളി വിശിഷ്യ ഈ നാട്ടുകാർക്ക് കാരണമാക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഊസിക്കും സാനിയൻ ബിതഖ്വല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും അവൻ്റെ വിധിവിലക്കുകളൊക്കെയും പാലിച്ചുകൊണ്ടും തന്നെ മരണം വരെയും ജീവിക്കാൻ പരിശ്രമിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അതിനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കുമേകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയ സത്യവിശ്വാസി സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബാക്കൾ മദീന പള്ളിയുടെ തണൽ ലഭിക്കുന്ന ഒരു ഭാഗത്ത് അങ്ങനെ ഇരിക്കുമ്പോൾ, സുഫ എന്ന് പറയുന്ന മദീന പള്ളിയുടെ ഒരു ഭാഗത്തിരിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലേക്ക് കടന്നു പോകുന്നുണ്ട്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, അയ്യുക്കും യുഹിബ്ബു അൻ യഗ്ദുവ കുല്ല യൗമിൻ ഇലാ ബുത്ഹാന അവിൽ അഖീഖ് ഫയഅതിയ മിൻഹു ബിനാഖതൈനി കൗമാവൈനി ഫീ ഗൈരി ഇസ്മിൻ വലാ ഖത്ഇ റഹിമിൻ. നിങ്ങളിൽ ആരാണ് എല്ലാ ദിവസവും ബുത്ഹാനിലേക്കും അഖീഖിലേക്കും പോയി, ബുത്ഹാൻ അഖീഖ് എന്ന് പറഞ്ഞാൽ അന്ന് മദീനയിൽ ഉണ്ടായിരുന്ന ഏറ്റവും അടുത്തുള്ള 2 ഒട്ടകത്തിൻ്റെ ചന്തകളാണ്. അപ്പോൾ അവിടേക്ക് പോയി ഫയഅതിയ മിൻഹു ബിനാഖതൈനി കൗമാവൈനി, അവിടെ നിന്നും നിങ്ങൾ 2 തടിച്ചു കൊഴുത്ത ഒത്ത ഒട്ടകങ്ങളുമായി തിരിച്ചു വരുന്നു. ഫീ ഗൈരി ഇസ്മിൻ വലാ ഖത്ഇ റഹിമിൻ, ഒരു തിന്മയും ചെയ്തിട്ടല്ല, ഒരു കുടുംബബന്ധവും മുറിച്ചിട്ടല്ല. ആ ഒട്ടകങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി നിങ്ങളൊരു പിന്നെ മോഷണോ അതല്ലെങ്കിൽ കള്ളസത്യമോ അങ്ങനത്തെ ഒരു പണിയും നിങ്ങൾ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ പേരിൽ ഒരു കുടുംബബന്ധം മുറിച്ചില്ല. ഹലാലായ രൂപത്തിൽ നിങ്ങൾക്ക് 2 ഒട്ടകങ്ങളെ കിട്ടി, നല്ല തടിച്ചെടുത്ത്. നമുക്കറിയാം അറബികളുടെ അന്നത്തെ ഏറ്റവും സമ്പന്നമായ അവരുടെ സമ്പത്താണ് ഒട്ടകങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബാക്കളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എല്ലാ ദിവസവും ഈ 2 ചന്തകളിലേക്ക് പോയിട്ട് ഇതിലേതെങ്കിലും ഒരു ചന്തയിൽ പോയി 2 തടിച്ചു കൊടുത്ത ഒട്ടകങ്ങളുമായി തിരിച്ചു വരുന്നതിനെ ഇഷ്ടപ്പെടുന്നവരുണ്ടോ എന്ന് സ്വഹാബാക്കളോട് ചോദിച്ചു. സ്വഹാബാക്കൾ പറഞ്ഞു, അതേ റസൂലുള്ളാഹ്, നമ്മളെല്ലാവരും അത് ഇഷ്ടപ്പെടുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെടുത്തൊരു മറുപടിയുണ്ട്, അഫലാ യഗ്ദു അഹദുകും ഇലൽ മസ്ജിദി ഫയഅലമു ഔ യഖറഉ ആയതൈനി മിൻ കിതാബില്ലാഹി അസ്സ വജൽ ഖൈറുൻ ലഹു മിൻ നാഖതൈൻ. നിങ്ങളിൽ ഒരാൾ അള്ളാഹുവിൻ്റെ പള്ളിയിൽ പോയിട്ട് ആ പള്ളിയിൽ നിന്ന് അള്ളാഹുവിൻ്റെ ഖുർആനിൽ നിന്ന് ഒരു ആയത്ത് പഠിക്കുകയോ പാരായണം ചെയ്യുകയോ, ഒന്നുകിൽ പഠിക്കുക അല്ലെങ്കിൽ പാരായണം ചെയ്യുക, ഒരായത്ത് നിങ്ങൾ ചെയ്യുന്നത് അവിടെ നിങ്ങൾക്ക് 1 ഒട്ടകം കിട്ടുന്നതിനേക്കാൾ ഖൈറാണ്. 2 ആയത്ത് നിങ്ങൾ പാരായണം ചെയ്യുന്നത് നിങ്ങൾക്ക് അവിടെ നിന്ന് 2 ഒട്ടകം കിട്ടുന്നതിനേക്കാൾ ഖൈറാണ്. വസലാസുൻ ഖൈറുൻ ലഹു മിൻ സലാസിൻ, 3 എണ്ണം കിട്ടുന്നത്, 3 ആയത്ത് പാരായണം ചെയ്യുന്നത് 3 ഒട്ടകങ്ങളെ കിട്ടുന്നതിനേക്കാൾ ഖൈറാണ്. വമിൻ അഅദാദിഹിന്ന മിനൽ ഇബിലി, അങ്ങനെ എത്ര ആയത്തുകൾ നിങ്ങൾ ഓതുന്നോ അത്ര ഒട്ടകങ്ങൾ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്നതിനേക്കാൾ ഖൈറാണ് പള്ളിയിൽ വന്നിരുന്ന് ഒരായത്ത് പാരായണം ചെയ്യുന്നത്. സഹോദരങ്ങളെ, ആ പ്രതിഫലം, ഈ പള്ളി എന്ന അനുഗ്രഹം നമുക്ക് കിട്ടിയ നമ്മൾ ജീവിതത്തിൽ നമുക്ക് കഴിയുന്ന സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ നേടിയെടുക്കാൻ ജാഗരൂകരാവണം. പള്ളിയിലേക്ക് നിസ്കാരത്തിന് വന്നിരിക്കുന്ന മിനിറ്റുകൾ നിങ്ങൾ വെറുതെ കളയരുത്. 1 മിനിറ്റല്ലേ 2 മിനിറ്റല്ലേ ഉള്ളൂ ജമാഅത്ത് തുടങ്ങാനെന്നല്ല, 1 മിനിറ്റിൽ എന്തായാലും ഒരായത്ത് കുറഞ്ഞത് ഓതാം. അതിൻ്റെ പ്രതിഫലം നാം വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറത്താണ്. നമുക്ക് ഒരു അമലും ചെയ്യാൻ പറ്റാത്തൊരു സമയം വരും, മണ്ണിൻ്റെ അടിയിൽ നമ്മളെ കൊണ്ട് വെക്കുന്ന ആ സമയത്തായിരിക്കും ഇതിൻ്റെ ഉപകാരം നമുക്ക് എടുക്കാൻ പറ്റുക. അന്ന് നമുക്ക് ഓതാൻ കൊതിയുണ്ടായാലും ഓതാനുള്ള കഴിവുണ്ടാകില്ല. അപ്പം മരിക്കുന്നതിന് മുമ്പ്
ഈ പള്ളിയെന്ന് അനുഗ്രഹം കിട്ടിയ നാട്ടുകാരോട് പറയാനുള്ളത്, മരിക്കുന്നതിന് മുമ്പ് സ്വർഗത്തിലേക്ക് ഈ പള്ളി മുഖേന എത്ര വിരുന്നുകൾ നിങ്ങൾക്കൊരുക്കാൻ പറ്റുമോ അത്രയും വിരുന്നുകൾ നിങ്ങൾ സ്വർഗത്തിലേക്ക് ഈ ദുനിയാവിൽ വെച്ച് തയ്യാറാക്കിക്കൊള്ളിൻ. എത്രത്തോളം പാപങ്ങൾ ഈ പള്ളി മുഖേന നിങ്ങൾക്ക് അള്ളാഹുവിൽ നിന്ന് പുറത്തു വാങ്ങാൻ പറ്റുമോ അത്രയും പാപങ്ങൾ നിങ്ങൾ പുറത്തു വാങ്ങിക്കൊള്ളിൻ. എത്രത്തോളം നിങ്ങളുടെ പദവികൾ സ്വർഗത്തിലേക്ക് നിങ്ങളുടെ പദവികൾ ഉയർത്താൻ ഈ പള്ളി മുഖേന നിങ്ങൾക്ക് കഴിയാൻ പറ്റുമോ അത്രയും പദവികൾ നിങ്ങൾ ഈ പള്ളി മുഖേന ഉയർത്തിക്കൊള്ളിൻ എന്നാണ് ഹദീസുകൾ മുൻനിർത്തി നിങ്ങളോട് പറയാനുള്ളത്. ഇനിയും ഒരുപാട് ഹദീസുകൾ പള്ളിയുടെ വിഷയത്തിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ഈ കുറഞ്ഞ ഖുതുബയുടെ സമയം കൊണ്ട് ഞാൻ ചുരുക്കി പറഞ്ഞതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നാളെ പരലോകത്തേക്ക് ഏറ്റവും വലിയ മുതൽക്കൂട്ടാകുന്ന ഒരു സംരംഭമായി ഈ മസ്ജിദിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ശാരീരികമായി പ്രയാസം അനുഭവിക്കുന്ന സഹോദരങ്ങൾ, അവരുടെ പ്രയാസങ്ങൾ അല്ലാഹു മാറ്റിക്കൊടുക്കട്ടെ. സാമ്പത്തികമായി മാനസികമായി പല രൂപത്തിലുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാ രൂപത്തിലുമുള്ള രോഗങ്ങളും മറ്റ് പ്രയാസങ്ങളും മാറ്റി പരിപൂർണ ആഫിയത്ത് നൽകട്ടെ. കുടുംബപരമായി പ്രശ്നം അനുഭവിക്കുന്ന, ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്ന സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എത്രയും വേഗം ജോലി നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാത്തിലും ഉപരി മരണം വരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ആരാധിച്ച്, അല്ലാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്ത്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ പ്രകാരം മരണം വരെയും ഈ ഇഹലോകത്ത് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തി ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഹലോകത്തും പരലോകത്തും ഉപകാരപ്പെടുന്ന, നമുക്ക് ഖിയാമത്ത് നാൾ വരെ നമ്മുടെ പരലോകത്തേക്ക് കൂലി കിട്ടാൻ കാരണമാകുന്ന മക്കളാക്കി നമ്മളെ മക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റട്ടെ. എല്ലാത്തിലും ഉപരി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദ മനസ്സിലുറച്ച് അടിയുറച്ച് നാവ് കൊണ്ട് പറഞ്ഞ് മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا ولوالدينا ولأساتذتنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.